അപ്പോൾ നമ്മൾ ബോണ്ടഡ് ഫോം കഴിഞ്ഞു. ഇനി അടുത്താണ് നമ്മുടെ കൊയർ. ഇത് കൊയർ എന്ന് പറയാം, റബ്ബറൈസ്ഡ് കൊയർ. ഇതിനകത്ത് ഈ കാണുന്നത് ഫംഗസ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് ലാറ്റക്സ് സ്പ്രേ ചെയ്ത് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഫംഗസോ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ആൾക്കാർക്ക് ഈ ബെഡിലൊക്കെ കിടക്കുമ്പോൾ കൊയർ കുത്തി കയറുമായിരുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് ടൈമുകൾ കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഒരുപാട് വർക്കുകളൊക്കെ റീവർക്ക് ചെയ്ത് പിന്നെ വെള്ളക്ക് ഇപ്പോൾ ഒരു ഫോമൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻറ്റേ വരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കൊയർ വരുന്നത്. അപ്പോൾ നമ്മൾ മെഡിക്കേറ്റഡ് അങ്ങനത്തെ മാട്രസുകളിൻ്റെ ഒരു റേഷ്യോ റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊയർ ഫില്ല് ചെയ്യും. അത് ഒരുപെട്ട എല്ലാത്തിലും ഓട്ടോമാറ്റിക്കലി കൊയർ വരും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബെഡ് കയറി നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് കൊയർ വരുന്നത്. നമുക്ക് മെഡിക്കേറ്റഡിലാണ് കൂടുതലും വരുന്നത്. സ്പ്രിങ്ങിൽ അങ്ങനത്തെ പോക്കറ്റ് സ്പ്രിങ്ങിലൊന്നും ഇത് വരലില്ല. അപ്പോൾ റബ്ബറൈസ്ഡ് കൊയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫംഗസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളിത് റബ്ബറൈസ്ഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഒരു ട്രീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പ്രോസസ്സാണത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കണ്ടാൽ ഇതാണ് ഇതിൻ്റെ സൈഡ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിക്നെസ് അനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഇതിൻ്റെ തിക്നെസ് കൂടിയതും കുറഞ്ഞതൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും നിങ്ങൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് നമ്മളിത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതാണ് കൊയറിൻ്റെ ഒരു പോർഷൻ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓരോരോ വീഡിയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കാണാൻ പറ്റും. അത് എങ്ങനെയാണോ നമുക്ക് ആയിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ഇത് കൊയർ. ഇനി അടുത്ത് നമുക്ക് അടുത്തതിലേക്ക് പോകും. നമുക്ക് ഇനി അടുത്ത ഇതിൽ വരുന്നത് ബോണൽ സ്പ്രിങ്. എന്താണ് ബോണൽ സ്പ്രിങ്?